എസ് ഫോർ മാത്തമാറ്റിക്സ് ഫോർ കമ്പ്യൂട്ടർ ആൻഡ് ഇൻഫർമേഷൻ സയൻസ് ഫോർ. അപ്പോൾ GMAT 401 നമ്മളുടെ സബ്ജക്റ്റ് നമുക്കറിയാം. ഇതിനകത്ത് മെയിനായിട്ട് നമ്മൾ ഡീൽ ചെയ്യുകയും പഠിക്കുകയും ചെയ്യുന്നത് ഗ്രാഫ് തിയറി എന്നാണ് പോർഷനാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടേംസ് അല്ലെ കൺസെപ്റ്റ്സ്, ടെർമിനോളജീസ് പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സബ്ജക്റ്റിൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് മോഡ്യൂളിലെ സിലബസാണ് നമ്മളിവിടെ കാണുന്നത്. സോ അതിനകത്ത് ഫസ്റ്റ് പോർഷനിൽ വന്നത് നമുക്ക് ഗ്രാഫ് എന്താണെന്നുള്ളതിന് ഇൻട്രൊഡക്ഷൻ, പിന്നെ ബേസിക് ആയിട്ടുള്ള ഡെഫിനിഷൻ, പിന്നെ ഏതെല്ലാം ഡൊമൈൻസിൽ ഗ്രാഫ്സിന് ആപ്ലിക്കേഷൻ ഉണ്ട്, പിന്നെ ഒരു ടൈപ്പ് ഓഫ് ഗ്രാഫാണ്. ഫൈനൈറ്റ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻഫിനിറ്റ് ഗ്രാഫ് എന്താണ്. ഇനി നെക്സ്റ്റ് സെറ്റ് ഓഫ് ടെർമിനോളജീസ് അല്ലെങ്കിൽ ടേംസ് യൂസ്ഡ് ഇൻ ഗ്രാഫ് തിയറി. ഇൻസിഡൻസ് എന്ന് പറഞ്ഞ ടേം എന്ത് മീൻ ചെയ്യുന്നു, അതുപോലെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇനി വെർട്ടെക്സുകൾ, ഐസൊലേറ്റഡ് വെർട്ടെക്സ്, പെൻഡൻറ്റ് വെർട്ടെക്സ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് പ്രത്യേകമായിട്ടുള്ള പ്രോപ്പർട്ടീസ്, നൾ ഗ്രാഫ് എന്ന് പറയുന്നത് എന്താണ്. അപ്പോൾ ഇത്രയും ടേംസ് ആണ് നമുക്ക് ഫസ്റ്റ് മോഡ്യൂളിൽ ഒരു ഫസ്റ്റ് ഹാഫിൽ കിട്ടുന്നത്. അപ്പോൾ അത് നമ്മളുടെ സിലബസിലെ ടെക്സ്റ്റ് ബുക്ക്, അതായത് ഗ്രാഫ് തിയറിയുടെ ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്ററിനുള്ളിൽ നമുക്ക് ആ പോർഷൻസ് കിട്ടും. ഇനി നെക്സ്റ്റ് കാണുന്ന ഐസോമോർഫിസം മുതൽ താഴേക്കുള്ള ടേംസ് നമ്മളുടെ സെക്കൻഡ് ചാപ്റ്ററിലാണ് ഉള്ളത്. ഐസോമോർഫിസം ഇസ് എ പ്രോപ്പർട്ടി. അപ്പോൾ എങ്ങനെയാണ് രണ്ട് ഗ്രാഫുകൾ ഐസോമോർഫിക് ആണ് നമുക്ക് പറയാൻ പറ്റുക. ഇനി സബ് ഗ്രാഫ് എന്ന് പറഞ്ഞ ടേം എന്തിനാണ് മീൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗ്രാഫിൽ തന്നെ നമുക്ക് ട്രാവേഴ്സസിലുള്ള പല അപ്രോച്ചുകളുണ്ട്. അതിലുള്ള ഓൾട്ടർനേറ്റീവ്സ് ആണ് വാക്ക്, പാത്ത് ആൻഡ് സർക്യൂട്ട്. അപ്പോൾ ഈ മൂന്ന് ടേംസ് എന്താണ്, എങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് ലാസ്റ്റ് ഇസ് എ ക്ലാസിഫിക്കേഷൻ ഓഫ് ഗ്രാഫ്സ്. കണക്റ്റഡ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിസ്കണക്റ്റഡ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്. ഇപ്പോൾ ഡിസ്കണക്റ്റഡ് ഗ്രാഫ് എന്ന് പറയുമ്പോൾ അതിനകത്ത് കമ്പോണൻസ് എന്താണെന്ന്, ഓരോ ഇൻഡിവിജ്വൽ എങ്ങനെ കമ്പോണൻസ് നമുക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, ഇത്രയും പറഞ്ഞ കാര്യങ്ങളാണ് ഫസ്റ്റ് മോഡ്യൂളിൽ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. സോ G ഈക്വൽ ടു V, E. വി നമ്മുടെ നോർമൽ ബ്രാക്കറ്റ്സിനുള്ളിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നു. സോ V എന്ന് പറഞ്ഞൊരു സെറ്റാണ്, അതുപോലെ E എന്ന് പറയുന്നൊരു സെറ്റാണ്. അപ്പോൾ സെറ്റ് നമുക്കറിയാം, നമ്മുടെ സെറ്റിൽ നൊട്ടേഷൻ നമുക്ക് നോർമലി കേർലി ബ്രേസ് നമ്മൾ യൂസ് ചെയ്യുന്നു. സോ V ആൻഡ് E ആർ റെപ്രസെൻറ്റഡ് ബൈ ടു സെറ്റ്സ്. അപ്പോൾ ഫസ്റ്റ് ഒരു കേർലി ബ്രേസ് ഓപ്പൺ ചെയ്തു, ക്ലോസ് ചെയ്തു, വിയുടെ സെറ്റ്. ഇതുപോലെ തന്നെ ഇയുടെ ഒരു സെറ്റ്. സോ V ഈസ് കോൾഡ് വെർട്ടീസ്. സോ V ഈസ് ദ വെർട്ടെക്സ് സെറ്റ് ആൻഡ് E ഈസ് ദ എഡ്ജ് സെറ്റ്. അപ്പോൾ സെറ്റ് ഓഫ് വെർട്ടീസസ് ആണ് V എന്ന് പറയുന്നത്, അതുപോലെ സെറ്റ് ഓഫ് എഡ്ജസ് ആണ് ക്യാപിറ്റൽ E എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു ഫിഗർ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് നമുക്ക് V1 ഇവിടെയുണ്ട്, V2, V3, V4 ആൻഡ് V5. സോ V1, V2, V3, V4, V5 എന്ന് വെച്ചാൽ നമ്മുടെ വെർട്ടെക്സിന് സെറ്റായി. അതുപോലെ എഡ്ജസ് നോക്കുകയാണെങ്കിൽ ഇവിടെ E1, E2, E3, E4, E5, E6 ആൻഡ് E7. അപ്പം E1 മുതൽ E7 വരെ എഡ്ജസും നമ്മുടെ ഈ പർട്ടിക്കുലർ ഗ്രാഫിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒരു സെറ്റ് ഓഫ് വെർട്ടെക്സ് ഉണ്ടാവും, ഒരു സെറ്റ് ഓഫ് എഡ്ജസ് ഉണ്ടാവും. ഇനി ഇവിടെ നമ്മൾ ഓരോ എഡ്ജിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഒരു വെർട്ടെക്സ് പെയറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ V1 നിന്ന് V3യിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ E5 എന്ന് പറഞ്ഞ എഡ്ജ് കാണാം, E4 എന്ന് പറഞ്ഞ എഡ്ജ് കാണാം. അപ്പോൾ ഈ രണ്ട് എഡ്ജിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സെയിം പെയർ ആയിരിക്കും, വെർട്ടെക്സ് പെയർ. ഏതൊക്കെയാണ്, ഒന്നുകിൽ V1 ആൻഡ് V3, അല്ലെങ്കിൽ V3 ആൻഡ് V1. അപ്പോൾ ഒരു അൺഓർഡേഡ് പെയർ ഓഫ് വെർട്ടീസ് ഉപയോഗിച്ചാണ് ഓരോ എഡ്ജസിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഒരു എഡ്ജ് എന്ന് വെച്ചാൽ അതിൽ കണക്ട് ചെയ്യുന്ന രണ്ട് എൻഡ് പോയിൻറ്റ്സ്, അതായത് രണ്ട് വെർട്ടീസുകൾ ഉണ്ടാവണം. ഇനി ഇപ്പോൾ വെർട്ടെക്സ് നമ്മൾ പറഞ്ഞു ഓരോന്നും പോയിൻറ്റ്സ് ആയിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തു. അപ്പോൾ എഡ്ജസ് എന്ന് പറഞ്ഞാൽ വെർട്ടെക്സുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന ലൈൻസ്. സ്ട്രേറ്റ് ലൈൻ ആവാം, കേർഡ് ലൈൻ ആവാം, എങ്ങനെ വേണമെങ്കിലും ആവാം. അപ്പോൾ രണ്ട് വെർട്ടെക്സുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന ലൈൻസിനെയാണ് നമ്മൾ എഡ്ജസ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള എഡ്ജ് നമുക്ക് കാണാൻ പറ്റും, ദാറ്റ് ഈസ് E1. സോ V2 എന്ന് പറഞ്ഞ വെർട്ടെക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് അവിടെ തന്നെ എത്തി. സോ എഡ്ജസ് കണക്റ്റിംഗ് ദ സെയിം വെർട്ടെക്സ്. അപ്പോൾ ഒരു വെർട്ടെക്സിൽ തുടങ്ങി ആ വെർട്ടെക്സിൽ തന്നെ എൻഡ് ചെയ്യുന്ന എഡ്ജസ് നമ്മൾ പറയുന്നതാണ് ലൂപ്സ് അല്ലെങ്കിൽ സെൽഫ് ലൂപ്സ്. സോ ഇവിടെ E1 എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സെൽഫ് ലൂപ്പ്. അപ്പോൾ E1 സെൽഫ് ലൂപ്പ് ആവും നമ്മൾ പറഞ്ഞു. അതുപോലെ നെക്സ്റ്റ് ഒരു ടൈപ്പ് ഓഫ് എഡ്ജസ് എന്ന് പറഞ്ഞാൽ പാരലൽ എഡ്ജസ്. സോ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ V1 ഉം V3 ഉം രണ്ട് വെർട്ടെക്സുകൾ. ഈ വെർട്ടെക്സുകളെ കണക്ട് ചെയ്യാൻ നമുക്ക് എത്ര എഡ്ജസ് ഉണ്ട്, E5 ഉം കണക്ട് ചെയ്യുന്നു, അതുപോലെ E4നെ കണക്ട് ചെയ്യുന്നു. സോ ദർ ആർ ടു എഡ്ജസ് അസോസിയേറ്റഡ് വിത്ത് ദ സെയിം പെയർ ഓഫ് വെർട്ടീസസ്. അപ്പോൾ V1, V3 എന്ന് പറഞ്ഞ ഒരു വെർട്ടെക്സ് പെയറുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒന്നിൽ കൂടുതൽ എഡ്ജസ് വരികയാണെങ്കിൽ അതിനാണ് നമ്മൾ എന്ത് പറയുക, പാരലൽ എഡ്ജസ് എന്ന് പറയും. സോ പാരലൽ എഡ്ജസ് ആർ എഡ്ജസ് അസോസിയേറ്റഡ് വിത്ത് സെയിം പെയർ ഓഫ് വെർട്ടീസസ്. അപ്പോൾ ഇവിടെ E4ഉം E5ഉം പാരലൽ എഡ്ജസ് ആണ്. അതുപോലെ ഇവിടെ നമ്മൾ E1 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ സെൽഫ് ലൂപ്പ്, ബിക്കോസ് ഈ വെർട്ടെക്സിൽ സ്റ്റാർട്ട് ചെയ്തു, ഈ വെർട്ടെക്സിൽ തന്നെ അത് എൻഡ് ചെയ്യുന്നു. നെക്സ്റ്റ് ഈസ് സിമ്പിൾ ഗ്രാഫ് ആൻഡ് ജനറൽ ഗ്രാഫ്. അപ്പോൾ സിമ്പിൾ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് കമ്പോണൻസ് അതിൽ ഉണ്ടാവരുത് എന്ന് പറഞ്ഞാൽ ഈ സെൽഫ് ലൂപ്പും ഉണ്ടാവരുത്, നമ്മളുടെ പാരലൽ എഡ്ജസും ഉണ്ടാവരുത്. അപ്പോൾ അങ്ങനെയുള്ള ഗ്രാഫിനാണ് നമ്മൾ എന്ത് പറയുക, സിമ്പിൾ ഗ്രാഫ്. ഇറ്റ് ഈസ് എ ഗ്രാഫ് വിത്ത് നോ സെൽഫ് ലൂപ്സ് ഓർ പാരലൽ എഡ്ജസ്. ഇനി ജനറൽ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ അതിൽ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ പോസിബിൾ ആണ്. അതായത് സെൽഫ് ലൂപ്പ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല, പാരലൽ എഡ്ജസ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല. സോ ദിസ് ക്യാൻ ബി കൺസിഡർഡ് ആസ് എ ജനറൽ ഗ്രാഫ്. ഈ ഗ്രാഫ്സ് നമ്മൾ വരയ്ക്കുമ്പോൾ നമുക്കതിൽ വരയ്ക്കുന്ന എഡ്ജസ് സ്ട്രെയിറ്റ് ലൈൻ ആവണം, അല്ലെങ്കിൽ കേർഡ് ലൈൻ ആവണം, അല്ലെങ്കിൽ നീളം കൂടിയിരിക്കണം, നീളം കുറഞ്ഞിരിക്കണം, അങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസ് ഒന്നും നമുക്കില്ല. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് മാറ്ററും ഇല്ല. നമ്മളെങ്ങനെ കുറച്ച് വരച്ചാലും കൂട്ടി വരച്ചാലും എവിടുന്ന് എങ്ങോട്ടാണ് എഡ്ജ് വരുന്നത് എന്നുള്ളത് മാത്രമാണ് ഇമ്പോർട്ടൻറ്റ്. സോ വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ് ഈസ് ദ ഇൻസിഡൻസ് ബിറ്റ്വീൻ ദ എഡ്ജസ് ആൻഡ് വെർട്ടീസസ്.
ഏതെല്ലാം എഡ്ജസ് ആണ് ഏതെല്ലാം വെർട്ടീസുകളിലാണ് ഇൻസിഡൻ്റ് ആവുന്നത് എന്ന് മാത്രമാണ് നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്. അപ്പോൾ ലൈൻ സ്ട്രെയിറ്റ് ആവാം, കേർഡ് ആവാം, എങ്ങനെ വേണമെങ്കിലും ആവാം. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ 2 ഗ്രാഫുകൾ കാണാം. 2 രീതിയിലാണ് വരച്ചിട്ടുള്ളത്, പക്ഷേ രണ്ടും സെയിം ഗ്രാഫാണ്. ബിക്കോസ് ദി ഇൻസിഡൻസ് ബിറ്റ്വീൻ എഡ്ജസ് ആൻഡ് വെർട്ടീസസ് ഈസ് സെയിം ഇൻ ബോത്ത് കേസസ്. നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് 4 വെർട്ടെക്സുകളാണ് 2 ഫിഗറിലും കാണാൻ പറ്റുക. ഇവിടെ 1 2 3 4 ഉണ്ട്, ഇവിടെ 1 2 3 4 ഉണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ എഡ്ജസ് കണക്ട് ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ എഡ്ജസ് വരച്ചിരിക്കുന്നത് സ്ട്രെയിറ്റ് ലൈൻസ് ആയിട്ടാണ്. ഇവിടെ അത് സ്ട്രെയിറ്റ് ലൈൻ അല്ല. ഇപ്പോൾ വെർട്ടെക്സ് 1 നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 1ലേക്ക് ഏതൊക്കെ വെർട്ടീസിൽ നിന്ന് എഡ്ജസ് ഉണ്ട്? 2ൽ നിന്നും എഡ്ജ് ഉണ്ട്, 4ൽ നിന്നും എഡ്ജ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ അതുപോലെ തന്നെ 1 എന്ന് പറഞ്ഞ വെർട്ടെക്സിലേക്ക് 2ൽ നിന്നൊരു എഡ്ജ് ഉണ്ട്, 4ൽ നിന്നൊരു എഡ്ജ് ഉണ്ട്. ഇനി 2 എന്ന് പറഞ്ഞ വെർട്ടെക്സ് കൺസിഡർ ചെയ്താൽ 1ൽ നിന്നും 3ൽ നിന്നും 4ൽ നിന്നും എഡ്ജസ് ഉണ്ട്. സോ ഇവിടെ 2 എന്ന് പറഞ്ഞ വെർട്ടെക്സിൽ 1ൽ നിന്നും 3ൽ നിന്നും 4ൽ നിന്നും എഡ്ജസ് ഉണ്ട്. ഇനി 3 എന്ന് പറഞ്ഞ വെർട്ടെക്സ് കൺസിഡർ ചെയ്താൽ അവിടെ 2ൽ നിന്നും 4ൽ നിന്നുമാണ് കണക്ഷൻ. സോ 3ൽ 2ൽ നിന്നൊരു എഡ്ജ് ഉണ്ട്, 4ൽ നിന്നൊരു എഡ്ജ് ഉണ്ട്. ഇനി 4 എന്ന് പറഞ്ഞ വെർട്ടെക്സ് കൺസിഡർ ചെയ്താൽ 1ൽ നിന്നും 2ൽ നിന്നും 3ൽ നിന്നും കണക്ഷൻ ഉണ്ട്. സോ 4ലേക്ക് 1 2 3 മൂന്നിടത്തുനിന്നും കണക്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ 4 ലൈൻസ് കേർവ് ലൈൻസ് ആണ്, ഒരെണ്ണം മാത്രം സ്ട്രേറ്റ് ലൈൻ ഉള്ളൂ. ഇവിടെയാണെങ്കിൽ നമ്മൾ എഡ്ജസ് എല്ലാം തന്നെ സ്ട്രേറ്റ് ലൈനായിട്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ടും ബേസിക്കലി എന്താണ്? സെയിം ഗ്രാഫാണ്, ഷോൺ അല്ലെങ്കിൽ ഡ്രോൺ ഡിഫറെൻ്റ്ലി. ബോത്ത് ആർ സെയിം ബിക്കോസ് അപ്പോൾ രണ്ടിൻ്റെ എഡ്ജസിൻ്റെ വെർട്ടെക്സിൻ്റെ ഇൻസിഡൻസ്, അതായത് ഏതൊക്കെ എഡ്ജുകൾ ഏതെല്ലാം വെർട്ടെക്സുകൾ ഇൻസിഡൻ്റ് ആവുന്നു എന്നുള്ളത് രണ്ടും സെയിം ആണ്. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രാഫ് തിയറിയിൽ മെയിനായിട്ട് വരുന്നത് ആപ്ലിക്കേഷൻസ് ഓഫ് ഗ്രാഫ്. അപ്പോൾ ഗ്രാഫിന് ഒരുപാട് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ഉണ്ട്. എഞ്ചിനീയറിംഗ് ഫീൽഡ് അല്ലെങ്കിൽ ഫിസിക്കൽ, സോഷ്യൽ എല്ലാ ഫീൽഡ്സിലും ആപ്ലിക്കേഷൻ ഉണ്ട്. അതുപോലെ തന്നെ പല പ്രാക്ടിക്കൽ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഫിസിക്കൽ സിറ്റുവേഷൻസിലും നമുക്ക് ആ ഒരു സെനേറിയോ, ആ സിറ്റുവേഷൻ എന്താണ് അവിടുത്തെ സിറ്റുവേഷൻ എന്നുള്ളത്, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ഗ്രാഫ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഏതെല്ലാം ഒബ്ജക്ട്സ് ആണ്, ഈ ഒബ്ജക്ട്സ് തമ്മിൽ എങ്ങനെ റിലേഷൻഷിപ്സ് വരുന്നു, അപ്പോൾ ഇതെല്ലാം ഉപയോഗിച്ച് നമുക്ക് അവിടെ വെർട്ടെക്സും എഡ്ജസും ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഏതൊരു സാഹചര്യത്തെ, ഏതൊരു സിറ്റുവേഷൻ, ഏതൊരു സെനേറിയോയും ഗ്രാഫ് ഉപയോഗിച്ച് നമുക്ക് നൊട്ടേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി 3-4 ഗ്രാഫ് പ്രോബ്ലംസ് ആണ് നമ്മൾ നെക്സ്റ്റ് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് കോണിക്സ്ബർഗ് ബ്രിഡ്ജ് പ്രോബ്ലം. അപ്പോൾ ഗ്രാഫ് തിയറിയിൽ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ അറിയപ്പെടുന്ന ബെസ്റ്റ് നോൺ എക്സാമ്പിളാണ്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഇതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പലരും ശ്രമിച്ചു. നമ്മുടെ യൂളേഴ്സ് തിയറം കണ്ടുപിടിച്ച യൂളറാണ് അപ്പോൾ ഇതിനൊരു ഐഡൻറ്റിഫിക്കേഷനിലേക്ക് എത്തിയത്, അല്ലെങ്കിൽ ഒരു കറസ്പോണ്ടിങ് ആയിട്ടൊരു ഗ്രാഫൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് സോൾവ് ചെയ്യാൻ ശ്രമിച്ചത്. പക്ഷേ സൊല്യൂഷനിലേക്ക് എത്തിയിട്ടില്ല. പക്ഷേ ആ ഒരു ഗ്രാഫ് ഈ ഒരു പ്രോബ്ലത്തിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി, റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി കണ്ടുപിടിച്ചു അല്ലെങ്കിൽ വരച്ചു. പക്ഷേ ആ ഗ്രാഫ് ഉപയോഗിച്ച് നമുക്കതിന് സൊല്യൂഷനിലേക്ക് എത്താൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഫിഗറിനുള്ളിൽ എ ബി സി ഡി എന്ന് പറഞ്ഞ 4 പോയിൻറ്റ്സ് കാണാം. അത് ശരിക്കും നമ്മളുടെ ഒരു ലാൻഡ് ഏരിയാസ് എന്നാണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി ഈ പോകുന്ന ഈ കാണുന്ന ഈ ഒരു പാത്ത് വേ കാണിച്ചേക്കുന്നത് ദാറ്റ് ഇസ് എ റിവർ, ദാറ്റ് ഇസ് നെയിം പ്രീഗൽ റിവർ. അപ്പോൾ പ്രീഗൽ എന്ന് പറഞ്ഞ റിവർ ഈ കോണിക്സ്ബർഗ് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ളതാണ്. അപ്പോൾ ഈ റിവർ ഇവിടുന്ന് ഫ്ലോ ചെയ്ത് വരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് എന്തായി, അത് 2 വഴിയെ തിരിഞ്ഞു. അപ്പോൾ 2 വഴി തിരിഞ്ഞ് അത് വീണ്ടും നെക്സ്റ്റ് ഈ ഒരു പൊസിഷനിലെത്തിയപ്പോൾ അത് വീണ്ടും ജോയിൻ ചെയ്തു. എഗെയിൻ ഇറ്റ് ബ്രേക്സ് ഇൻ ടു 2 ways. വീണ്ടും അത് മുമ്പോട്ടേക്ക് ഒന്നിച്ച് ഒഴുകി പോകണം. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ അപ്പോൾ ഈ ഇവിടെ കൂടെ റിവർ പോകുന്നുണ്ട്, ഇവിടെ കൂടെയും പോകുന്നുണ്ട്. അപ്പോൾ അതിനുള്ളിടയ്ക്കാണെന്ന് എന്താ, ദിറ്റ് ഇസ് എ ലാൻഡ് ഏരിയ. അല്ലെങ്കിൽ സി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എൻ ഐലൻഡ്. അതേപോലെ തന്നെ ഡിയും ഒരു ഐലൻഡാണ്. അപ്പോൾ ഈ റിവറിൻ്റെ ഫ്ലോയുടെ ബേസിസിൽ ആ റിവർ അതിനിടയ്ക്ക് 2 ഐലൻഡ്സിനെ ഫോം ചെയ്തു. അപ്പോൾ അതാണ് ഈ ഡിയും സിയും. ഇനി ഈ സൈഡിലെ ബാങ്കാണ് എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സൈഡിലെ ബാങ്കാണ് ബി. അപ്പോൾ റിവർ ബാങ്ക്സ് ആണ് എയും ബിയും. അപ്പോൾ ഇവിടെയും ലാൻഡാണ്, ഇവിടെയും ലാൻഡാണ്. ഇനി സിയും ഡിയും ഇതിൻ്റെ ഫ്ലോ കാരണം ഫോം ചെയ്ത 2 ഐലൻഡ്സ് ആണ്. അപ്പോൾ അതും ലാൻഡ് തന്നെ. അപ്പോൾ ഇതാണ് ഈ ഒരു കോണിക്സ്ബർഗ് ബ്രിഡ്ജ് പ്രോബ്ലത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള സിനാരിയോ. അപ്പോൾ 2 ഐലൻഡ്സ് സി ആൻഡ് ഡി ഫോം ബൈ ദിസ് പെർട്ടിക്കുലർ റിവർ വെർ കണക്റ്റഡ് ടു ഈച്ച് അതർ ആൻഡ് ടു ദ ബാങ്ക്സ് എ ആൻഡ് ബി. ഇനിയിപ്പോൾ ഈ ഇടയ്ക്കെല്ലാം കാണുന്ന കണക്ഷൻസ് ഉണ്ടല്ലോ, അപ്പോൾ ഇതെല്ലാം ബ്രിഡ്ജസ് ആണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എയിൽ നിന്ന് സിയിലേക്ക് 2 ബ്രിഡ്ജ് ഉണ്ട്. അതുപോലെ ബി എന്ന് പറഞ്ഞ ലാൻഡിൽ നിന്ന് സി എന്ന് പറഞ്ഞ ഐലൻഡിലേക്ക് 2 ബ്രിഡ്ജസ് ഉണ്ട്. അതുപോലെ സിയിൽ നിന്ന് ഡിയിലേക്ക് ഒരു ബ്രിഡ്ജ്, ഡിയിൽ നിന്ന് എയിലേക്ക് ഇറങ്ങാൻ ഒരു ബ്രിഡ്ജ്, ഡിയിൽ നിന്ന് ബിയിലേക്ക് ഇറങ്ങാൻ ഒരു ബ്രിഡ്ജ്. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് 7 ബ്രിഡ്ജസ് ഉണ്ട്. അപ്പോൾ 4 ലാൻഡ് ഏരിയാസും 7 ബ്രിഡ്ജസും ഇവരെ തമ്മിൽ കണക്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ പ്രോബ്ലം എന്താണ് നമ്മൾ ഇതുവരെ പറഞ്ഞില്ല. സോ നെക്സ്റ്റ് ഇസ് എ പ്രോബ്ലം. നമ്മൾ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ലാൻഡ് ഏരിയയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഒന്നുകിൽ എയിൽ അല്ലെങ്കിൽ ബി സി ഡി ഏതെങ്കിലും ലാൻഡ് ഏരിയയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് എല്ലാ 7 ബ്രിഡ്ജസിലും എക്സാക്ട്ലി വൺസ് നമ്മൾ കയറുക, ഇറങ്ങുക. എന്നിട്ട് തിരിച്ചെവിടെത്തണം, നമ്മൾ തുടങ്ങി എവിടെ നിന്നാണോ അവിടെ തന്നെ തിരിച്ചെത്തണം. ദാറ്റ് ഈസ് റിട്ടേൺ ടു ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്. അപ്പോൾ റിവറിൽ കൂടി സ്വിം ചെയ്ത് പോകുന്നത് നമുക്കിവിടെ അലൗഡ് അല്ല. അല്ലാണ്ട് പാലത്തിൽ കൂടി കയറി ഇറങ്ങി ഒരു ലാൻഡ് ഏരിയയിലെത്തി അവിടെ നിന്ന് അടുത്ത പാലത്തെ കൂടെ കടന്ന് നെക്സ്റ്റ് അങ്ങോട്ടേക്കെല്ലാം പോയി അങ്ങനെ പോയി എവിടെ എത്തണം, തുടങ്ങിയ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തണം. എല്ലാ 7 ബ്രിഡ്ജസിലും വൺസ് കയറി ഇറങ്ങുകയും വേണം. അപ്പോൾ എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇപ്പോൾ ഇങ്ങനെ വന്നു, നെക്സ്റ്റ് ഇവിടെ നിന്ന് കയറി
അത് കഴിഞ്ഞ് ബിയിൽ നിന്ന് ഇങ്ങനെ കയറി അങ്ങനെ എല്ലാ ബ്രിഡ്ജസിനെയും കവർ ചെയ്ത് എവിടെ എത്തണം? എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ തിരിച്ച് നമ്മൾ എയിൽ എത്തുകയും വേണം എന്ന് മാത്രമല്ല ഈ 7 ബ്രിഡ്ജസിലും കയറുകയും വേണം. അപ്പോൾ അതായിരുന്നു നമ്മളുടെ കോണിക്സ്ബർഗ് ബ്രിഡ്ജ് പ്രോബ്ലം. ഇനി നമ്മുടെ യൂളർ എന്ന് പറഞ്ഞ ആൾ ഈ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷനായിട്ട് അല്ലെങ്കിൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇതിന് അനലോഗസ് ആയിട്ട് അല്ലെങ്കിൽ ഈ ഒരു പ്രോബ്ലത്തിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു ഗ്രാഫ് വരച്ചു. അതാണ് ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കാണുന്നത്. അപ്പോൾ ആളുടെ വെർട്ടീസുകളായിട്ട് യൂസ് ചെയ്തത് നമ്മുടെ ലാൻഡ് ഏരിയസ് ആണ്. ഇപ്പോൾ നമുക്ക് 4 ലാൻഡ് ഏരിയസ് ആണുള്ളത്, എയും ബിയും സിയും ഡി. ഇപ്പോൾ അതാണ് 4 വെർട്ടീസുകളായിട്ട് റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. ഇനി ഇവിടെ നമ്മൾ എഡ്ജസ് ആയിട്ട് ആൾ റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത് നമ്മളുടെ ബ്രിഡ്ജസ് ആണ്, അല്ലെങ്കിൽ ഒരു ലാൻഡിൽ നിന്ന് വേറൊരു ലാൻഡിലേക്ക് ട്രാവേഴ്സ് ചെയ്യാനുള്ളൊരു വഴി. അപ്പോൾ അതിലെ ബ്രിഡ്ജിനെയാണ് നമ്മൾ എഡ്ജായിട്ട് കൺസിഡർ ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു എ എന്ന് പറഞ്ഞ ലാൻഡിൽ നിന്ന് സി എന്ന് പറഞ്ഞ ലാൻഡ് ഏരിയയിലേക്ക് പോകണമെങ്കിൽ ഐലൻഡിലേക്ക് പോകണമെങ്കിൽ വി ഹാവ് ഫസ്റ്റ് ബ്രിഡ്ജ് ഇത്, സെക്കൻഡ് ബ്രിഡ്ജ് ഇത്. അപ്പോൾ അതായത് 2 എഡ്ജസ് നമുക്ക് അവിടെ എയും സിയും തമ്മിൽ കണക്ട് ചെയ്ത് വരും. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. എയിൽ നിന്ന് സിയിലേക്ക് 2 എഡ്ജസ്. അതേപോലെ തന്നെയാണ് ബിയിൽ നിന്ന് സിയിലേക്കും. ഈ ബ്രിഡ്ജ് വഴിയും പോകാം, ഈ ബ്രിഡ്ജ് വഴിയും പോകാം. അപ്പോൾ ഓരോ ബ്രിഡ്ജ് നമ്മൾ ഓരോ എഡ്ജായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. സോ ബി ടു സിയിൽ 2 എഡ്ജസ്. നെക്സ്റ്റ് സിയിൽ നിന്ന് ഡിയിലേക്ക് ഈ ഒരൊറ്റ ബ്രിഡ്ജ് മാത്രമേ ഉള്ളൂ. അതാണ് ഈ കാണിച്ചേക്കുന്നത്. സിയിൽ നിന്ന് ഡിയിലേക്ക് ഒരു എഡ്ജ്. അപ്പോൾ ഇത് എ എന്ന് പറഞ്ഞ ലാൻഡ് ഏരിയ, ദിസ് ഈസ് ഐലൻഡ് ഡി. അപ്പോൾ എയിൽ നിന്ന് ഡിയിലേക്ക് നമുക്ക് ഇവിടെ ഒരു ബ്രിഡ്ജ് കാണാം. അപ്പോൾ അത് നമ്മൾ ഗ്രാഫിൽ വരയ്ക്കുമ്പോൾ എയിൽ നിന്ന് ഡിയിലേക്ക് ഒരു എഡ്ജ്. അതാണ് എ എന്ന് പറഞ്ഞ എഡ്ജിൽ വെർട്ടീസിൽ നിന്ന് ഡി എന്ന് പറഞ്ഞ വെർട്ടീസിലേക്ക് ഒരു എഡ്ജ്. അതുപോലെ ദിസ് ഈസ് ദ ലാൻഡ് ഏരിയ ബി ആൻഡ് ദിസ് ഇസ് ദ ഐലൻഡ് ഡി. സോ ബിയിൽ നിന്ന് ഡിയിലേക്കുള്ള കണക്ഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ബ്രിഡ്ജ്. അപ്പോൾ ബിയിൽ നിന്ന് ഡിയിലേക്ക് അതുപോലെ തന്നെ ഗ്രാഫിൽ എന്ത് വരും? കറസ്പോണ്ടിങ് ആയിട്ടൊരു എഡ്ജ് വരും. അപ്പോൾ ഇവിടെ എ ടു സി 2 ബ്രിഡ്ജ്, അതാണ് ഈ 2 എഡ്ജ്. അതുപോലെ ബി ടു സി 2 ബ്രിഡ്ജ്, അതാണ് ഈ 2 എണ്ണം. ഈ സിയിൽ നിന്ന് ഡിയിലേക്കുള്ളത് ഈ ബ്രിഡ്ജ്, അതാണ് ഈ ഒരു കണക്ഷൻ. എയിൽ നിന്ന് ഡിയിലേക്ക് ഇത്, ദാറ്റ് ഇസ് ദ എഡ്ജ്. ബിയിൽ നിന്ന് ഡിയിലേക്ക് ഈ ഒരു ബ്രിഡ്ജ്, അതാണ് ഈ എഡ്ജ്. അപ്പോൾ ഈ ബ്രിഡ്ജ് പ്രോബ്ലത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഗ്രാഫിനെ യൂളർ റെപ്രസെൻറ്റ് ചെയ്തു. പക്ഷേ ഈ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നാണ് ആൾ പ്രൂവ് ചെയ്തത്. അപ്പോൾ ഏതെങ്കിലും ഒരു ലാൻഡിൽ നിന്ന് അല്ലെങ്കിൽ ഒരു വെർട്ടെക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എല്ലാ ബ്രിഡ്ജസും കവർ ചെയ്ത് കയറി ഇറങ്ങി സ്റ്റാർട്ടിംഗ് വെർട്ടെക്സിലേക്ക് തിരിച്ചെത്തുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ഗ്രാഫിൻ്റെ നെക്സ്റ്റ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്ടിലിറ്റി പ്രോബ്ലം. അതായത് നമുക്ക് 3 ഹൗസുകളുണ്ട്, അതാണ് H1, H2 ആൻഡ് H3. അപ്പോൾ ഈ 3 ഹൗസുകളെ നമ്മൾ 3 യൂട്ടിലിറ്റീസ്, അതായത് വാട്ടർ, ഗ്യാസ് ആൻഡ് ഇലക്ട്രിസിറ്റി ആയിട്ട് കണക്ട് ചെയ്യണം ബൈ മീൻസ് ഓഫ് കണ്ട്യൂട്ട്സ്. കണ്ട്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ, അതായത് കണക്ഷൻ ചാനൽ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ഇതാണ് ഈ റെപ്രസെൻറ്റേഷനോടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ H1, H2, H3 3 ഹൗസുകൾ, അവർക്ക് 3 ഹൗസിലേക്ക് ഉപയോഗമുള്ള 3 യൂട്ടിലിറ്റീസ് ആണ് W, G ആൻഡ് E, അതായത് വാട്ടർ, ഗ്യാസ് ആൻഡ് ഇലക്ട്രിസിറ്റി. ഇനി ഓരോ ഹൗസിലേക്ക് എന്ത് വേണമെങ്കിൽ 3 യൂട്ടിലിറ്റീസും വേണം. അപ്പോൾ ഈ H1ലേക്ക് വാട്ടർ, ഗ്യാസ്, ദെൻ ഇലക്ട്രിസിറ്റി. അതുപോലെ H2ലേക്ക് വാട്ടർ, ഗ്യാസ്, ഇലക്ട്രിസിറ്റി. H3ലേക്കും വാട്ടർ, ഗ്യാസ്, ഇലക്ട്രിസിറ്റി. അപ്പോൾ അങ്ങനെ. അപ്പോൾ നമ്മുടെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ക്രോസ് ഓവേഴ്സ് ഒന്നും ഇല്ലാണ്ട് നമുക്ക് ഈ കണക്ഷൻസ് പോസിബിൾ ആണോ? അതായത് ഓരോ ഹൗസിൽ നിന്നും 3 യൂട്ടിലിറ്റീസിലേക്ക് കണക്ഷൻ വേണം. അപ്പോൾ ഈ ഒരു റെപ്രസെൻറ്റേഷൻ നമുക്ക് ക്രോസ് ഓവേഴ്സ് ഇല്ലാണ്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? അതാണ് യൂട്ടിലിറ്റി പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കറസ്പോണ്ടിങ് 3 യൂട്ടിലിറ്റി പ്രോബ്ലത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രാഫ് റെപ്രസെൻറ്റേഷനാണ് റൈറ്റ് ഹാൻഡ് സൈഡിൽ കാണുന്നത്. അപ്പോൾ ഈ ഗ്രാഫിൽ നമ്മൾ ഈ 3 ഹൗസുകളെ വെർട്ടെക്സുകളായിട്ട് റെപ്രസെൻറ്റ് ചെയ്യും, അതായത് H1, H2 ആൻഡ് H3. അതേപോലെ നമ്മുടെ ഈ 3 യൂട്ടിലിറ്റീസ്, വാട്ടർ, ഗ്യാസ് ആൻഡ് ഇലക്ട്രിസിറ്റി, അതിനെ 3 വെർട്ടെക്സുകളായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. സോ W, G ആൻഡ് E. ഇനി ഇവിടെ നമ്മൾ ഓരോന്നിനും നമ്മൾ എഡ്ജസ് എങ്ങനെയാണ് കണക്ട് ചെയ്യാനുള്ളത്? ഇവിടെ നമുക്ക് H1ൽ നിന്ന് നമുക്കറിയാം വാട്ടറിലേക്കും ഗ്യാസിലേക്കും ഇലക്ട്രിസിറ്റിയിലേക്കും കണക്ഷൻ ഉണ്ട്. അപ്പോൾ അതാണ് ഫസ്റ്റ് കാണുന്നത്. H1ൽ നിന്ന് വാട്ടറിലേക്ക് ഒരു എഡ്ജ്, അതുപോലെ H1ൽ നിന്ന് ഗ്യാസിലേക്ക് ഒരു എഡ്ജ്, അതുപോലെ H1ൽ നിന്ന് ഇലക്ട്രിസിറ്റിയിലേക്ക് ഒരു എഡ്ജ്, അതായത് പുറത്തോട്ട് വരുന്ന എഡ്ജ്. ഇപ്പോൾ നിലവിൽ നമുക്ക് ക്രോസ് ഓവേഴ്സ് ഒന്നും കാണില്ല. ഇനി നെക്സ്റ്റ് നമ്മളുടെ സെക്കൻഡ് ഹൗസ്, അതായത് H2 നമ്മൾ കൺസിഡർ ചെയ്യുന്നു. H2ൽ നിന്നും വാട്ടറിലേക്കും ഗ്യാസിലേക്കും ഇലക്ട്രിസിറ്റിയിലേക്കും കണക്ഷൻ ഉണ്ട്. അപ്പോൾ ദിസ് ഈസ് H2. H2ൽ നിന്ന് ഫസ്റ്റ് നമുക്ക് വാട്ടറിലേക്ക് ഒരു കണക്ഷൻ, അതിലൊരു എഡ്ജ് വന്നു. അതുപോലെ H2ൽ നിന്ന് ഗ്യാസിലേക്ക് ഒരു കണക്ഷൻ വന്നു. അതുപോലെ തന്നെ H2ൽ നിന്ന് ഇലക്ട്രിസിറ്റിയിലേക്ക് കണക്ഷൻ വന്നു. ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എന്തുണ്ട്? യാതൊരു ക്രോസ് ഓവേഴ്സ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല. നമ്മുടെ തേർഡ് ഹൗസ് നമ്മൾ H3 നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് ഈ 3 യൂട്ടിലിറ്റീസ്, അതായത് വാട്ടർ, ഗ്യാസ്, ഇലക്ട്രിസിറ്റിയിലേക്ക് 3 എന്ത് വേണം? കണക്ഷൻ വേണം, അല്ലെങ്കിൽ എഡ്ജസ് വേണം. സോ അപ്പോൾ H3 എന്ന് പറഞ്ഞ ഹൗസിൽ നമുക്ക് ഇതുപോലെ 3 കണക്ഷൻസ് കഴിയാണ്. H3 ആദ്യം അപ്പോൾ വാട്ടർ എന്ന് പറഞ്ഞ യൂട്ടിലിറ്റിയിലേക്കുള്ള കണക്ഷൻ, നെക്സ്റ്റ് H3ൽ നിന്ന് ഗ്യാസ് എന്ന് പറഞ്ഞ യൂട്ടിലിറ്റിയിലേക്കുള്ള കണക്ഷൻ, നെക്സ്റ്റ് H3ൽ നിന്ന് ഇലക്ട്രിസിറ്റിയിലേക്ക്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇലക്ട്രിസിറ്റിക്കും ഗ്യാസിനും ക്രോസ് ഓവേഴ്സ് ഒന്നും വരുന്നില്ല. പക്ഷേ H3 എന്ന് പറഞ്ഞ ഹൗസിൽ നിന്ന് വാട്ടർ എന്ന് പറഞ്ഞ യൂട്ടിലിറ്റിക്ക് നമ്മളൊരു കണക്ഷൻ, അല്ലെങ്കിൽ ഒരു എൻഡ് പോയിന്റ്, അല്ലെങ്കിൽ ഒരു എഡ്ജ് കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ നമുക്ക് ക്യാൻ ഐഡൻറ്റിഫൈ ക്രോസ് ഓവേഴ്സ്. അപ്പോൾ ഈ ഒരു ഗ്രാഫ് ഇറ്റ് കനോട്ട് ബി ഡ്രോൺ ഇൻ എ പ്ലെയിൻ വിത്തൗട്ട് എഡ്ജസ് ക്രോസിങ് ഓവർ. അപ്പോൾ ഈ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമുക്ക് 3 ഹൗസുകളും 3 യൂട്ടിലിറ്റീസ് ഉള്ള ഒരു പ്രോബ്ലമാണ് ഈ യൂട്ടിലിറ്റീസ് പ്രോബ്ലം. അപ്പോൾ ഈ ഒരു കണക്ഷൻ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള റിലേഷനുള്ള ആ നെറ്റ്വർക്കിനെ നമുക്ക് ക്രോസ് ഓവേഴ്സ് ഇല്ലാണ്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല. സോ ദ ആൻസർ ടു ദിസ് പ്രോബ്ലം ഇറ്റ്സ് എ നോ.
ഈ നെക്സ്റ്റ് ആപ്ലിക്കേഷൻ ഓഫ് ഗ്രാഫ് ഈസ് ഇലക്ട്രിക്കൽ നെറ്റ്വർക്ക് പ്രോബ്ലംസ്. നമുക്ക് ഇലക്ട്രിക്കൽ നെറ്റ്വർക്ക്സ് അല്ലെങ്കിൽ കണക്ഷൻസ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻസ് വരുമ്പോൾ അവിടെ നമുക്ക് പല കമ്പോണൻസ് അല്ലെങ്കിൽ എലമെൻറ്റ്സ് ഉണ്ടാവും. റെസിസ്റ്റേഴ്സ്, ട്രാൻസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടൻസ്, അങ്ങനെ ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ഈ എലമെൻറ്റ്സിൻ്റെ ഒക്കെ നേച്ചർ, അതിൻ്റെ വാല്യൂ ഇതെല്ലാം വേരി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഇലക്ട്രിക്കൽ നെറ്റ്വർക്കിന് മെയിനായിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഈ എലമെൻറ്റ്സിനെ നമ്മൾ ഏത് രീതിയിൽ കണക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രോപ്പർട്ടി. അപ്പോൾ ഈ ഹൗ ദ എലമെൻറ്റ്സ് ആർ കണക്റ്റഡ് ടുഗദർ, അതിനാണ് നമ്മൾ നെറ്റ്വർക്കിൻ്റെ ടോപ്പോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടോപ്പോളജിക്കൽ റെപ്രസെൻറ്റേഷന് വേണ്ടി അല്ലെങ്കിൽ ടോപ്പോളജിക്കൽ അനാലിസിസിന് വേണ്ടി മെയിനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കമ്പോണൻ്റ് ആണ് നമ്മൾ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ടോപ്പോളജി ഓഫ് എ നെറ്റ്വർക്ക് ഈസ് സ്റ്റഡീഡ് ബൈ മീൻസ് ഓഫ് എ ഗ്രാഫ്. അപ്പോൾ ഇവിടെ ഗ്രാഫ് നമ്മൾ ഇലക്ട്രിക്കൽ നെറ്റ്വർക്കിനെ വരയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ജംഗ്ഷൻസിന് നമ്മൾ വെർട്ടീസുകളായിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ രണ്ട് സൈഡിൽ നിന്ന് ഒരു കണക്ഷൻ വരുന്നു, കണക്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ജംഗ്ഷൻ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ വെർട്ടെക്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. ജംഗ്ഷൻസ് എന്നുള്ള ബ്രാഞ്ചസിന്, അതായത് ഇലക്ട്രിക്കൽ എലമെൻറ്റ്സ്, റെസിസ്റ്റേഴ്സിലെ, കപ്പാസിറ്റേഴ്സിലെ, ഇൻഡക്ടേഴ്സ് ഉള്ള ബ്രാഞ്ചസിന് നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് എഡ്ജസ് ആയിട്ടും റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ ഓരോ ജംഗ്ഷനെയും ഒരു വെർട്ടെക്സ് ആയിട്ടും അതുപോലെ ബ്രാഞ്ചസിനെ എഡ്ജസ് ആയിട്ടും റെപ്രസെൻറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇലക്ട്രിക്കൽ നെറ്റ്വർക്ക്സിലെ ഗ്രാഫിന് അനലോഗി കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു എക്സാമ്പിൾ ഇലക്ട്രിക്കൽ നെറ്റ്വർക്ക് കാണാം. അപ്പോൾ ഇവിടെ എ, ബി, സി, ഇവിടെ ഡി ഉണ്ട്, ഇ ഉണ്ട്. അപ്പോൾ ഈ 5 പോയിന്റ്സ് നമുക്ക് എന്തായിട്ട് പറയാം? ജംഗ്ഷൻസ് അല്ലെങ്കിൽ രണ്ട് കണക്ഷൻസിൻ്റെ ഒരു എൻഡ് പോയിന്റ്സ് ആയിട്ട് അല്ലെങ്കിൽ കണക്ഷൻസ് കൂട്ടിമുട്ടുന്ന സ്ഥലമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള ജംഗ്ഷൻസിനെല്ലാം നമ്മൾ എന്തായിട്ട് ചെയ്യും? നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ വെർട്ടെക്സുകളായിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ അതാണ് എ, ബി, സി, ഡി ആൻഡ് ഇ. ഇനി ഈ കാണുന്നതൊക്കെ എന്താണ്? ഓരോ എലമെൻറ്റ്സ്, അതായത് റെസിസ്റ്റൻസ്, കപ്പാസിറ്റൻസ്, പവർ സോഴ്സ്, അങ്ങനെ ഓരോന്ന് കൊടുത്തിട്ടുള്ള ഓരോ കണക്ഷൻസ് അല്ലെങ്കിൽ ഓരോ ബ്രാഞ്ചസ്. ഈ ബ്രാഞ്ചസ് എല്ലാം നമ്മുടെ ഗ്രാഫിൽ വരുമ്പോൾ എന്തായിട്ട് മാറും? എഡ്ജസ് ആയിട്ട് മാറും. സോ ബിയിൽ നിന്ന് എയിലേക്ക്, അതായത് ഈ രണ്ട് ജംഗ്ഷൻസിൻ്റെ ഇടയ്ക്ക് ഒരു പവർ സോഴ്സ് ആണുള്ളതെങ്കിൽ അവിടെ എന്തുണ്ട്? അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളൊരു എഡ്ജ് വരച്ചു. അതേപോലെ ഇവിടെ ഇപ്പോൾ റെസിസ്റ്റൻസ് ആണുള്ളതെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളൊരു എഡ്ജ് വരച്ചു. അപ്പോൾ ഓരോ ബ്രാഞ്ചിനും കറസ്പോണ്ടിങ് ആയിട്ട് എഡ്ജസ് വരയ്ക്കുക, ജംഗ്ഷൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് വെർട്ടെക്സുകളും വരയ്ക്കുക. അപ്പോൾ ഒരു ഗ്രാഫിന് ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇലക്ട്രിക്കൽ നെറ്റ്വർക്ക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രാഫ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതുപയോഗിച്ച് ഈ നെറ്റ്വർക്കിനെ പറ്റിയുള്ള ടോപ്പോളജി സ്റ്റഡി ചെയ്യാനും അനാലിസിസ് ചെയ്യാനും. അപ്പോൾ ഗ്രാഫിൻ്റെ നെക്സ്റ്റ് ആപ്ലിക്കേഷനാണ് സീറ്റിംഗ് പ്രോബ്ലം. അപ്പോൾ ഇവിടെ നമുക്കൊരു ക്ലബ്ബുണ്ട്. ആ ക്ലബ്ബിൽ 9 മെമ്പേഴ്സാണ് ഉള്ളത്. അപ്പോൾ ഓരോരോ ദിവസവും ലഞ്ചിന് വേണ്ടി മീറ്റ് ചെയ്യും, മറ്റേ റൗണ്ട് ടേബിൾ. അപ്പോൾ ഈ റൗണ്ട് ടേബിളിനുള്ളിൽ അവിടെ ഇരിക്കുമ്പോൾ നമുക്കിവിടെ ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ചാൽ ഓരോ ദിവസവും അവർക്ക് ഡിഫറെൻറ്റ് അറേഞ്ച്മെൻറ്റ്സ് വേണം. എന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് നെയ്ബേഴ്സ് ആയിരിക്കണം ഉണ്ടാവേണ്ടത്. അപ്പോൾ ഇന്ന് ഒരാൾക്കുണ്ടായിരുന്ന നെയ്ബേഴ്സ് ആയിരിക്കരുത് നെക്സ്റ്റ് ഡേ ലഞ്ച് കഴിക്കുമ്പോൾ ഉണ്ടാവേണ്ടത്. അപ്പോൾ അങ്ങനെ എത്ര അറേഞ്ച്മെൻറ്റ്സ് പോസിബിൾ ആണ് എന്നുള്ളതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. സോ ദി ഡിസൈഡ് ടു സിറ്റ് ഇൻ സച്ച് എ വേ ദാറ്റ് എവറി മെമ്പർ ഹാസ് ഡിഫറെൻറ്റ് നെയ്ബേഴ്സ് അറ്റ് ഈച്ച് ലഞ്ച്. അപ്പോൾ ഓരോ ദിവസവും ഒരു ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ഡിഫറെൻറ്റ് നെയ്ബേഴ്സ് ആയിരിക്കും ഉണ്ടാവേണ്ടത്. അപ്പോൾ ഇന്നുള്ള 2 നെയ്ബേഴ്സ് ആവരുത് നാളെ, അപ്പോൾ ഈ നാളെ ഉള്ളവരായിരിക്കില്ല നെക്സ്റ്റ് ഡേ, അങ്ങനെ. സോ ഹൗ മെനി ഡേയ്സ് ക്യാൻ ദിസ് അറേഞ്ച്മെൻറ്റ് ലാസ്റ്റ്? അപ്പോൾ ഇങ്ങനെയുള്ള എത്ര അറേഞ്ച്മെൻറ്റ്സ് പോസിബിൾ ആവും എന്നുള്ളതാണ് നമ്മുടെ സീറ്റിംഗ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഗ്രാഫ് തിയറി യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഗ്രാഫ് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഗ്രാഫിൽ നമുക്കറിയാം 9 മെമ്പേഴ്സ് ആണെങ്കിൽ നമുക്ക് ഗ്രാഫിൽ എത്ര വെർട്ടെക്സുകൾ ഉണ്ടാവും? 9 വെർട്ടെക്സുകൾ ഉണ്ടാവും. ഇനി ഓരോ വെർട്ടെക്സും ഓരോ മെമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യും. ഇനി ഇവിടെ എഡ്ജ് എന്ന് പറഞ്ഞാൽ നമുക്ക് 2 വെർട്ടെക്സുകൾ ജോയിൻ ചെയ്യുന്നതാണ് നമുക്കൊരു എഡ്ജ്. അപ്പോൾ നമുക്ക് 1, 2, 3 എന്ന് പറഞ്ഞാൽ 3 മെമ്പേഴ്സ് എന്ന് കരുതുക. അപ്പോൾ 1ൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും 2ഉം 3ഉം ഉണ്ടെങ്കിൽ അപ്പോൾ അവർ 1ൻ്റെ നെയ്ബേഴ്സ് ആണ് ഈ 2ഉം 3ഉം, അല്ലെങ്കിൽ 1ന് തൊട്ടപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നവരാണ് ഈ 2ഉം 3ഉം. അപ്പോൾ നമ്മൾ എഡ്ജസ് വരയ്ക്കുമ്പം 1ൽ നിന്ന് 2ലേക്ക് ഒരു എഡ്ജ്, 1ൽ നിന്ന് 3ലേക്ക് ഒരു എഡ്ജ്. അപ്പോൾ സിറ്റിംഗ് നെക്സ്റ്റ് ആയിട്ടുള്ളവരിൽ തമ്മിലാണ് കണക്ട് ചെയ്ത് നമ്മൾ എഡ്ജസ് വരയ്ക്കുക. സോ ആൻ എഡ്ജ് വിൽ ബി ജോയിനിങ് 2 വെർട്ടീസസ് ആൻഡ് ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ റിലേഷൻഷിപ്പ് ഓഫ് സിറ്റിംഗ് നെക്സ്റ്റ് ടു ഈച്ച് അതർ. അപ്പോൾ ഒരാളുടെ ഇമ്മീഡിയറ്റ് നെയ്ബേഴ്സ് ആരൊക്കെയാണോ അവർ തമ്മിൽ കണക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മൾ ഗ്രാഫിൽ എഡ്ജസ് വരയ്ക്കുക. അപ്പോൾ ഈ ഗ്രാഫിൻ്റെ റെപ്രസെൻറ്റേഷനാണ് ഇതിൽ കാണുന്നത്. 1 മുതൽ 9 വരെ വെർട്ടെക്സുകൾ ഉണ്ടെങ്കിൽ 9 വരെ മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഒരു സൊല്യൂഷനാണ് ഈ സോളിഡ് ലൈൻസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അതായത് പുറമേക്ക് കാണുന്നത്. 1ന് നെക്സ്റ്റ് ആയിട്ട് 2, ദെൻ 3, 4, 5, 6, 6ന് നെയ്ബറായിട്ട് 7, പിന്നെ 8, പിന്നെ 9, 9 നെക്സ്റ്റ് 1. അപ്പോൾ ഇതാണ് ഫസ്റ്റ് കാണുന്ന സൊല്യൂഷൻ, അല്ലെങ്കിൽ ഈ ഒരു പോസിബിൾ അറേഞ്ച്മെൻറ്റ് നമുക്ക് ഇതിൻ്റെ സൊല്യൂഷൻ കിട്ടും. 1, 2, 3, 4, 5, 6, 7, 8, 9 കഴിഞ്ഞു. 9 കഴിഞ്ഞ് നെക്സ്റ്റ് ആയിട്ട് 1 ഇരിക്കുക. ഇനി അതേപോലെ തന്നെ സെക്കൻഡ് ഓൾട്ടർനേറ്റീവ് സൊല്യൂഷനാണ് നമുക്ക് ഈ ഡാഷ്ഡ് ലൈനിൽ കാണിച്ചത്, അല്ലെങ്കിൽ ഉള്ളിൽ കാണിച്ചേക്കുന്നത്. സോ 1ൻ്റെ നെയ്ബറായിട്ട് ആരാ വരിക? 3. സോ 1നുള്ള എഡ്ജ് എങ്ങോട്ടാണെന്ന് നോക്കിയാൽ മതി. അതിപ്പോൾ ഇവിടെ 8ലേക്കും ഇവിടെ 3ലേക്കുമാണ്. അപ്പോൾ അവർ രണ്ടുമായിരിക്കും ആളുടെ നെയ്ബേഴ്സ്. സോ നെക്സ്റ്റ് ഈസ് 3. 3യുടെ നെയ്ബർ എന്ന് വെച്ചാൽ നെക്സ്റ്റ് 5. 5ൻ്റെ നെയ്ബർ 2. 2ൻ്റെ നെയ്ബർ 7. 7ൻ്റെ നെയ്ബർ 4. 4ൻ്റെ നെയ്ബർ 9. 9ൻ്റെ നെയ്ബർ 6. 6ൻ്റെ നെയ്ബർ 8. ദെൻ 1. അപ്പോൾ ആ ഒരു റെപ്രസെൻറ്റേഷനാണ് സെക്കൻഡ് എഴുതിയേക്കുന്നത്, ദാറ്റ് ഈസ് ദ ഡാഷ് ലൈൻസ്. അപ്പോൾ അതും ഈ പോസിബിൾ ആയിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റീവ് അറേഞ്ച്മെൻ്റ് ആണ്. ഇനി അത് കൂടാണ്ട് 2 അറേഞ്ച്മെൻറ്റ്സ് കൂടി പോസിബിൾ ആണ്. ഇത് പിക്ചറിൽ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത് അതാണ് ഈ തേർഡ് ലൈനിൽ 4th ലൈനിൽ എഴുതിയിട്ടുള്ളത്. സോ 1 കഴിഞ്ഞ് 5, ദെൻ 7, 3, 9, 2, അങ്ങനെ ലാസ്റ്റ് വീണ്ടും 1ലേക്ക് തന്നെ കണക്ട് ആവുന്നു. അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ നമുക്ക് ജനറലൈസ് ചെയ്ത് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ ഇക്വേഷൻ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ n പീപ്പിൾസ് ആണ് ഉള്ളതെങ്കിൽ നമുക്ക് എത്ര പോസിബിൾ അറേഞ്ച്മെൻറ്റ്സ് പറ്റും?
രണ്ട് കേസുകളാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്, എൻ ഓടാവുന്ന കേസിലും എൻ ഈവൻ ആവുന്ന കേസിലും. എൻ ഈക്വൽ ടു ഓടാണെങ്കിൽ നമ്മളുടെ അറേഞ്ച്മെൻറ്റ്സ് എന്താണെന്ന് വെച്ചാൽ n-1/2 ആയിരിക്കും. ഇനി എൻ ഈവൻ ആണെങ്കിൽ നമ്പർ ഓഫ് പോസിബിൾ അറേഞ്ച്മെൻറ്റ്സ് വിൽ ബി n-2/2. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം 9 മെമ്പേഴ്സ് ആണുള്ളത്, അതായത് n ഈക്വൽ ടു ഓടാണ്. സോ ഇക്വേഷൻ വിൽ ബി n-1/2. സോ 9 - 1 എന്ന് പറയുമ്പോൾ എത്രയായി? 8 ആയി. സോ 8/2 ഈക്വൽ ടു 4. അപ്പോൾ 4 ഡിഫറെൻറ്റ് പോസിബിൾ അറേഞ്ച്മെൻറ്റ്സ് നമുക്ക് ഈ സീറ്റിംഗ് പ്രോബ്ലത്തിന് സൊല്യൂഷനായിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അതാണ് നമുക്കിവിടെ കിട്ടിയ ഈ 4 അറേഞ്ച്മെൻറ്റ്സ്. ഇനി n ഈവൻ ആണെങ്കിൽ ഇപ്പോൾ n ഈക്വൽ ടു 8 ആണെങ്കിൽ 8 - 2/2. 8 - 2 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? 6 കിട്ടും. 6/2 ഈക്വൽ ടു 3. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ 3 പോസിബിൾ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഇങ്ങനെ നമുക്ക് കിട്ടുള്ളൂ, ഈ ഒരു ക്രൈറ്റീരിയ മാച്ച് ചെയ്യുന്ന രീതിയിൽ, അതായത് ഡിഫറെൻറ്റ് നെയ്ബേഴ്സ് ഓരോ ദിവസവും വരുന്ന രീതിയിൽ. സോ ദിസ് ഈസ് ദ സീറ്റിംഗ് പ്രോബ്ലം. അപ്പോൾ ഇതിന് ഗ്രാഫ് തിയറി ഉപയോഗിച്ച് നമുക്കൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റി.